ഹലോ ഫ്രണ്ട്സ്, കാർത്തൂസ് സ്പെഷ്യലിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടിലൻ ഐറ്റമാണ് ചിക്കൻ റോസ്റ്റ്. പലയിടത്തും വ്യത്യസ്ത രീതിയിലാണ് ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1 കിലോ ചിക്കനാണ് ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം, ഏലക്ക, കുരുമുളക് എന്നിവ ഒന്ന് ചതച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടി ഇട്ടൊന്ന് ചതച്ചെടുത്തിട്ടത് മാറ്റി വെക്കാം. ഇനി ഒരു ഉരുളി വെച്ച് ചൂടായ ശേഷം 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന ശേഷം 2 വലിയ സവോള അരിഞ്ഞതിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവോള കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 4 പച്ചമുളകും കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് മാറ്റം വരുത്താം. ഇനി ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ നമ്മൾ ചതച്ച് വെച്ച നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂട്ട് 1.5 ടേബിൾ സ്പൂൺ. ഇനി ഇതൊക്കെ ഒന്ന് ശരിക്കും വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക. ഇപ്പം പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയൊക്കെ ഇപ്പം നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ മസാലയൊക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലയൊക്കെ നല്ലതുപോലെ നമ്മുടെ ചിക്കനിൽ പിടിച്ച് വരണം. ഇനി ഈ സമയത്ത് നമുക്ക് ചിക്കൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കണം. ഒരു കാര്യം, നമ്മളിവിടെ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ചിക്കനിൽ നിന്ന് ആവശ്യമായ വെള്ളം ഊറി വന്നോളും. ആ വെള്ളം മാത്രം മതി നമ്മുടെ ഈ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് മാറ്റി വെക്കാം. ഇതാ കണ്ടില്ലേ, നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിരുന്നില്ല. ഇത് ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന വെള്ളമാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു പകുതി മുക്കാൽ വേവോളം നമ്മുടെ ചിക്കൻ ഇപ്പം വെന്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ആവശ്യത്തിന് കറിവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ച് നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇനി വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെക്കേണ്ട കാര്യമില്ല. മൂടി വെക്കാതെ തന്നെ നമുക്കിതിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഈ ചാറൊക്കെ ഒന്ന് വറ്റിച്ചെടുത്ത് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം ചിക്കനിലെ ചാറൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.